ഒരു ഹമ്പുകളുള്ള സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഹമ്പിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു തേർഡ് ഗിയറിലൊന്നും നിങ്ങൾ ഓടിക്കരുത്. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഗിയർ ആണെങ്കിൽ നമുക്ക് ബാക്കിൽ ചാടാതെ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ എത്ര തിരക്കുകളിലാണെങ്കിലും ബാക്കിൽ സ്മൂത്ത് ആയിട്ട് ബാക്കിലെടുത്ത് ചാടാതെ കൃത്യമായിട്ട് നമുക്ക് സ്ലോയിൽ തന്നെ എന്ത് ചെയ്യാം, വാഹനം ഇതുപോലെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹമ്പുകളെ അതുപോലെ തന്നെ കട്ടറുകളെ ഗിയർ മാറുമ്പോൾ പ്രശ്നം, അതുപോലെ തന്നെ വാഹനങ്ങളെ കാണുമ്പോൾ പ്രശ്നം, ചെറിയ റോഡുകളെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ പ്രശ്നം, അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പറ്റും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കുന്ന പ്രാക്ടീസിന് പോയതല്ല, പ്രായം കൊണ്ടാ നിർത്തിക്കോ. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം മുന്നോട്ട് പേടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്, നിങ്ങളുടെ സ്വന്തമായി തോന്നിയ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.